ഒരുപാട് കളേഴ്സിലുള്ള ശംഖുപുഷ്പങ്ങളുണ്ട് കേട്ടോ. ഡബിൾ പെറ്റിലാണെങ്കിൽ പിന്നെ പറയേണ്ടതുണ്ടോ. കുറേ നാളായിട്ട് ആലോചിക്കുന്നു ശംഖുപുഷ്പം എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് ലാഡർ പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. എങ്കിലും ക്രീപ്പർ പ്ലാന്റിനെക്കാട്ടി എനിക്ക് ഇഷ്ടമെന്ന് പറയുന്ന കുറ്റിച്ചെടികളാണ് കേട്ടോ. അതാകുമ്പോൾ എവിടെ പടർത്തി വിടണമെന്നുള്ള ഡൗട്ട് ഇല്ലല്ലോ. കമ്പി ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയോ 2 ബാംബൂ സ്റ്റിക്ക് ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യുന്നത്. അയബീം പ്ലാന്റ് ആയതുകൊണ്ട് നല്ല വേരായിരിക്കും. അതുകൊണ്ട് ചെറിയ ചെടിച്ചട്ടി മതിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മതിയാവും. നമുക്ക് ഇതിൽ തന്നെ ധാരാളമാണ്. ബോൺസായി ടൈപ്പ് ക്ലൈമ്പിംഗ് ആണ് എന്റെ മനസ്സിൽ. ഇടയ്ക്കിടയ്ക്ക് പ്രൂണിങ്ങും എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ അങ്ങ് വളർന്നണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ചെടിച്ചട്ടി മാറ്റി കൊടുക്കാം. വേര് കാണുമ്പം തന്നെ അറിയാം നല്ല വേരുള്ള പ്ലാന്റ് ആണ്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ചട്ടി മാറ്റി കൊടുത്തേ പറ്റും. എന്തായാലും ടൈം ഉണ്ടല്ലോ. ശിശു ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് കെട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. വളരുന്നതിനനുസരിച്ച് നമുക്ക് ഈ കമ്പിൽ കെട്ടി കൊടുത്താൽ മതി. ഇവിടെ ഇപ്പൊ ഞാൻ ഓരോ കമ്പിനെയും അപ്പുറം ഇപ്പുറം 2 തൈകൾ വെച്ചിട്ട് നട്ടിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് നിന്നാലേ ശംഖുപുഷ്പം പൂ പിടിച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഇത് കഴിഞ്ഞതിന് ശേഷം മസ്റ്റായിട്ട് വെള്ളം ഒഴിക്കുക, പിന്നെ തണലത്തോട്ട് മാറ്റി. ഇഷ്ടപ്പെട്ടോ?